നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തിരൂർ ഖയാം തിയേറ്റർ പ്രദർശനം നിർത്തി. മാജിക് ഫ്രെയിംസിന്റെ ഉടമസ്ഥതയിൽ പുതിയ രൂപത്തിലും പുതിയ സാങ്കേതിക വിദ്യയിലും ഖയാം തിയേറ്റർ പ്രവർത്തനം തുടങ്ങും. ഒഴൂരിൽ വീണ്ടും കുറുക്കന്റെ പരാക്രമം. 2 പേരെ കൂടി കടിച്ച് പരിക്കേൽപ്പിച്ചു. നരിപ്പറമ്പ് നടക്കാവ് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് വാഴനട്ട് പ്രതിഷേധിച്ചു. ഫാത്തിമക്കുട്ടി ഉമ്മയുടെ 110ാം പിറന്നാൾ ആഘോഷവും പള്ളിയാലിൽ കുടുംബസംഗമവും സംഘടിപ്പിച്ചു. ബഷീർ കൃതികളുടെയും പഠനങ്ങളുടെയും പ്രദർശനം ഒരുക്കി. തിരൂർ പൂങ്ങോട്ടുകുളത്തെ പരീക്ഷണം വിജയിച്ചു. താഴെപ്പാലത്തും ട്രാഫിക് സിഗ്നൽ സംവിധാനം ഉടൻ പ്രവർത്തിക്കും. വിശദമായ വാർത്തകൾ. കേരളത്തിലെ ഏറ്റവും വലിയ തിയേറ്ററുകളിലൊന്നായ തിരൂർ ഖയാം തിയേറ്റർ പ്രദർശനം നിർത്തി. ഇനി പുതിയ രൂപത്തിലും പുതിയ സാങ്കേതിക വിദ്യയിലും വീണ്ടും തുറക്കും. ലിസ്റ്റിൻ സ്റ്റീഫന്റെ ഉടമസ്ഥതയിലുള്ള മാജിക് ഫ്രെയിംസ് തിയേറ്റർ ഏറ്റെടുത്തു. 38 വർഷം മുമ്പ് നടൻ മമ്മൂട്ടി മുഖ്യാതിഥിയായിട്ടായിരുന്നു തിയേറ്റർ ഉദ്ഘാടനം ചെയ്തത്. സീറ്റുകളുള്ള ഖയാമിൽ ഈയിടെ 100 സീറ്റ് കുറച്ചിരുന്നു. സാധാരണ ടിക്കറ്റ് 90 രൂപയായിരുന്നു നിരക്ക്. ബാൽക്കണിയിൽ സീറ്റിന് 100 രൂപയും. 5 തിയേറ്റർ ഉണ്ടായിരുന്ന തിരൂർ ടൗണിൽ ഇപ്പോൾ ഖയാമും അനുഗ്രഹയും മാത്രമാണ് ഉള്ളത്. അനുഗ്രഹ ഈയിടെ മാജിക് ഫ്രെയിംസ് ഏറ്റെടുത്തിരുന്നു. സിനിമാ പ്രേമികൾക്ക് മറക്കാൻ കഴിയാത്ത തിയേറ്ററുകളാണ് രണ്ടും. സെൻട്രൽ തിയേറ്റർ ഈയിടെ പൂട്ടി. ചിത്രസാഗർ പൊളിച്ചു. വിശ്വാസ് തിയേറ്റർ പൂട്ടി ഭാഗികമായി പൊളിച്ചു. ഖയാം തിയേറ്ററിന്റെ സ്ഥാപകൻ പുതിയ വീട്ടിൽ മന്നിങ്ങയിൽ ഹസനായിരുന്നു. അദ്ദേഹം വിദേശത്തായതിനാൽ ഭാര്യ ഫാത്തിമയായിരുന്നു മാനേജിംഗ് പാർട്ണർ. 1983 മുതൽ 2017 വരെ ഫാത്തിമ മാനേജിംഗ് പാർട്ണറായി തുടർന്നു. പിന്നീട് മകൻ നസീർ ഹസൻ മാനേജിംഗ് പാർട്ണറായി. ആധുനികവൽക്കരിച്ചുള്ള നടത്തിപ്പ് പ്രയാസമായതിനാലാണ് തിയേറ്റർ പ്രവർത്തനം നിർത്തിയത്. പുതിയ മാനേജ്മെന്റിന് പാട്ടത്തിനാണ് കൈമാറിയത്. ലിസ്റ്റിൽ സ്റ്റീഫന്റെ ഉടമസ്ഥതയിലുള്ള മാജിക് ഫ്രെയിം ഖയാം ഏറ്റെടുത്ത് പഴയ കസേരകളും മാറ്റി ആധുനികവൽക്കരിക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അധികം താമസിയാതെ പുതിയ രൂപത്തിലും ആധുനിക സാങ്കേതിക വിദ്യയുടെ മികവോടെയും മാജിക് ഫ്രെയിംസിന്റെ ഉടമസ്ഥതയിൽ തിയേറ്റർ പ്രവർത്തനം തുടങ്ങും. ന്യൂസ് തിരൂർ. ഒഴൂർ പഞ്ചായത്തിൽ കുറുക്കന്റെ പരാക്രമം തുടർക്കഥയായി മാറി. ഞായറാഴ്ച 7 വയസ്സുകാരിയായ വിദ്യാർത്ഥിനിയെ കടിച്ചു പരിക്കേൽപ്പിച്ചതിനു പുറമെ ഇന്നലെ മറ്റു 2 പേർ കൂടി കുറുക്കന്റെ അക്രമത്തിന് വിധേയരായി. ഒഴൂർ പഞ്ചായത്തിലെ പല ഭാഗങ്ങളിലും തെരുവു നായകളുടെയും കുറുക്കന്മാരുടെയും ശല്യം രൂക്ഷമായിട്ടുണ്ട്. പകൽ സമയത്തു പോലും കൂട്ടമായി കുറുക്കന്മാർ വിഹരിക്കുന്നത് ജനങ്ങളെ ആശങ്കയിലാഴ്ത്തുന്നു. ഒഴൂർ 3-ാം വാർഡ് തലക്കെട്ടൂരിൽ കള്ളിയത്ത് സഹീദിന്റെ ഭാര്യ ഫസീലയെയും ഓണക്കാട് പ്രദേശത്തെ മറ്റൊരാളെയുമാണ് കുറുക്കൻ ആക്രമിച്ചത്. ഫസീലയെ തിരൂരങ്ങാടി ഗവൺമെന്റ് ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച ഒഴൂർ കതിർകുളങ്ങര പൊടിയേങ്ങൽ അബ്ദുൽ മജീദിന്റെ മകൾ ഫാത്തിമ നഹ്ലയെ കടിച്ച് മാരകമായി പരിക്കേൽപ്പിച്ചിരുന്നു. ഫാത്തിമ നഹ്ല കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സാരമായ പരിക്കുകളുടെ ചികിത്സയിൽ കഴിയുകയാണ്. കഴിഞ്ഞ ദിവസം അയ്യായ ഇല്ലത്തപ്പടി പ്രദേശത്ത് ഒരാളെ കുറുക്കൻ ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും ആട്ടിയോടിച്ചതിനാൽ രക്ഷപ്പെടുകയായിരുന്നു.
ഒഴൂർ പഞ്ചായത്തിലെ പല ഭാഗങ്ങളിലും തെരുവ് നായ്ക്കളുടെയും കുറുക്കന്മാരുടെയും ശല്യം രൂക്ഷമായിട്ടുണ്ട്. പകൽ സമയത്ത് പോലും കൂട്ടമായി കുറുക്കന്മാർ വിഹരിക്കുന്നത് ജനങ്ങളെ ആശങ്കയിലാഴ്ത്തുന്നു. വെട്ടം ന്യൂസ് താന്നാളൂർ. എടപ്പാളിനെയും തിരൂരിനെയും ബന്ധിപ്പിക്കുന്ന ദിനംപ്രതി ആയിരക്കണക്കിന് യാത്രക്കാർ സഞ്ചരിക്കുന്ന എടപ്പാൾ നരിപ്പറമ്പ് റോഡിൽ നരിപ്പറമ്പ് ഭാഗത്ത് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് തവനൂർ നിയോജക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ സൂചകമായി റോഡിൽ വാഴ നട്ടു പ്രതിഷേധിച്ചു. സംസ്ഥാനത്ത് പൊതുമരാമത്ത് വകുപ്പ് സമ്പൂർണ്ണ പരാജയമാണെന്നും സ്ഥലം എംഎൽഎക്ക് ഇനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഭാവിയില്ലാത്തതുകൊണ്ടാണോ മണ്ഡലത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഇടപെട്ട് പരിഹാരം കാണാത്തതെന്ന് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി ടി.എം. മനീഷ് പറഞ്ഞു. ശാസ്ത്രീയമായി ഈ വിഷയത്തിൽ പരിഹാരം കാണണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. പ്രതിഷേധ യോഗത്തിൽ തവനൂർ നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വൈശാഖ തൃപ്രങ്ങോട് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി ടി.എം. മനീഷ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റുമാരായ മുഹൈബ് കാടഞ്ചേരി, യാസീൻ എടപ്പാൾ, കിരൺ ദാസ്, പ്രണവ് ചന്ദ്രൻ, വിനീത് കെ.ടി, മുഹമ്മദ് റഹ്മാൻ വി.പി, ഷാഹിദ് കെ, ഷെരീഫ് യു എന്നിവർ സംസാരിച്ചു. വെട്ടം ന്യൂസ് പൊന്നാനി. കുറ്റിപ്പുറം ആനക്കര മേപ്പാടത്ത് പള്ളിയാലിൽ പരേതനായ മുഹമ്മദ് കുട്ടിയുടെ ഭാര്യ ഫാത്തിമക്കുട്ടി ഉമ്മയുടെ 110ാം പിറന്നാൾ ആഘോഷവും പള്ളിയാലിൽ കുടുംബസംഗമവും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. 5 തലമുറകൾ പിന്നിട്ട ഫാത്തിമക്കുട്ടിയുമ്മയുടെ പിറന്നാൾ ആഘോഷം വർണ്ണാഭമായിരുന്നു. കുറ്റിപ്പുറം ആനക്കര മേപ്പാടത്ത് പള്ളിയാലിൽ ഫാത്തിമക്കുട്ടിയുമ്മയുടെ 110ാം പിറന്നാൾ ആഘോഷവും പള്ളിയാലിൽ കുടുംബസംഗമവും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. 5 തലമുറകൾ പിന്നിട്ട് പരേതനായ മേപ്പാടത്ത് പള്ളിയാലിൽ മുഹമ്മദ് കുട്ടിയുടെ ഭാര്യ ഫാത്തിമക്കുട്ടിയുമ്മയുടെ പിറന്നാൾ ആഘോഷം വർണ്ണാഭമായിരുന്നു. രാവിലെ 10 മണിക്ക് മജ്ലിസുന്നൂറോടെയായിരുന്നു കുടുംബസംഗമവും പിറന്നാൾ ആഘോഷവും തുടങ്ങിയത്. 110 വയസ്സ് പിന്നിട്ടിട്ടും ഫാത്തിമക്കുട്ടിയുമ്മയ്ക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. പിറന്നാൾ ആഘോഷത്തിന് മക്കളും അവരുടെ മക്കളും കുട്ടികളുമടക്കം 300ഓളം കുടുംബാംഗങ്ങൾ ഒന്നിച്ചപ്പോൾ ഫാത്തിമക്കുട്ടിയുമ്മ വളരെ സന്തോഷവതിയായിരുന്നു. പിറന്നാൾ ആഘോഷം കേക്ക് മുറിച്ച് ഇരട്ടി മധുരമാക്കി. സംഗമത്തിൽ കുടുംബത്തിലെ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ മൊമന്റോ നൽകി ആദരിച്ചു. തുടർന്ന് കുടുംബത്തിലെ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഫാത്തിമക്കുട്ടി ഉമ്മയുടെ മക്കളായ കുഞ്ഞു മുഹമ്മദ്, സൈനുദ്ദീൻ മുസ്ലിയാർ, ആയിഷക്കുട്ടി, അബ്ദുള്ളക്കുട്ടി, മരക്കാർ, ബീരാൻകുട്ടി, ഹംസക്കുട്ടി, ഫാത്തിമ, മുഹമ്മദ് അലി എന്നിവർ സംഗമത്തിന് നേതൃത്വം നൽകി. വെട്ട ന്യൂസ് കുറ്റിപ്പുറം. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയിലെ നാഷണൽ സർവീസ് സ്കീം സർവകലാശാല ലൈബ്രറിയുടെ സഹകരണത്തോടെ ബഷീർ കൃതികളുടെയും പഠനങ്ങളുടെയും പ്രദർശനമൊരുക്കി. ഡോക്ടർ കെ.എം. അനിൽ ഉദ്ഘാടനം ചെയ്തു. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയിൽ ബഷീർ കൃതികളുടെയും പഠനങ്ങളുടെയും പ്രദർശനമൊരുക്കി. പ്രദർശനം എഴുത്തച്ഛൻ പഠന കേന്ദ്രം ഡയറക്ടറും പ്രൊഫസറുമായ ഡോക്ടർ കെ.എം. അനിൽ ഉദ്ഘാടനം ചെയ്തു. NSS പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ കെ. ബാബുരാജൻ ആമുഖ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ ജിബിൻ ജോർജ് സ്വാഗതവും MP ദിലീപ് നന്ദിയും പറഞ്ഞു. ജൂലൈ 9 വരെ പ്രദർശനം തുടരും. ന്യൂസ് ബ്യൂറോ വെട്ടം. തിരൂർ പൂങ്ങോട്ടുകുളത്തെ പരീക്ഷണം വിജയിച്ചതോടെ താഴെപ്പാലത്തും ട്രാഫിക് സിഗ്നൽ സംവിധാനം ഉടൻ പ്രവർത്തിക്കും. മാസങ്ങൾക്ക് മുമ്പ് സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നെങ്കിലും ഒരാഴ്ച മുമ്പാണ് പൂങ്ങോട്ടുകുളത്ത് ട്രാഫിക് സിഗ്നൽ പ്രവർത്തിച്ചു തുടങ്ങിയത്. ആദ്യനാളുകളിൽ സിഗ്നൽ സംവിധാനം അറിയാതെ താളപ്പിഴകളുണ്ടായെങ്കിലും ഇപ്പോൾ കൃത്യമായാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. തിരക്കേറിയ സമയത്ത് വരി കൂടുതലുള്ള ഭാഗത്തെ വാഹനങ്ങൾ വേഗത്തിൽ കടത്തിവിടുന്നതിനായി മാനുവൽ രീതിയിലും സിഗ്നൽ പ്രവർത്തിക്കുന്നുണ്ട്. പരീക്ഷണം വിജയിച്ചതോടെ താഴെപ്പാലത്തും ഉടൻ സിഗ്നൽ പ്രവർത്തിപ്പിക്കും. ഇവിടെയും എല്ലാ സംവിധാനങ്ങളും മാസങ്ങൾക്ക് മുമ്പ് ഒരുക്കിയിട്ടുണ്ട്. സിഗ്നൽ അനുസരിച്ച് വാഹനങ്ങൾക്ക് കടന്നു പോകാൻ റോഡിൽ വരകളിട്ടിട്ടില്ല. ഇത് തയ്യാറാക്കി നൽകണമെന്നാവശ്യപ്പെട്ട് പോലീസ് മരാമത്ത് വകുപ്പിനും നഗരസഭയ്ക്കും കത്തു നൽകിയിട്ടുണ്ട്. നഗരസഭയാണ് സിഗ്നൽ സംവിധാനം നിർമ്മിച്ചത്. പോലീസാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. തുടക്ക സമയത്ത് വാഹനങ്ങൾക്ക് കടന്നുപോകാൻ പ്രയാസം നേരിട്ടത് ചില പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് തൊഴിലാളി സംഘടനകൾ പോലീസിൽ പരാതി നൽകി. കഴിഞ്ഞ ദിവസം ഡിവൈഎസ്പിയുമായി നടന്ന ചർച്ചയിൽ ഈ പരാതിക്കും പരിഹാരമായി. തുടർന്നാണ് സിഗ്നൽ സംവിധാനം സ്ഥിരപ്പെടുത്താൻ തീരുമാനിച്ചത്. വെട്ടം ന്യൂസ് തിരൂർ. പ്രൈം ടുഡേ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.